ഹലോ ഫ്രണ്ട്സ്, ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ? എങ്കിൽ ഉടൻ തന്നെ വരാനിരിക്കുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അതെ, അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ യോഗ്യതകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഹൈസ്കൂൾ ടീച്ചറുടെ പേ സ്കെയിലിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പേ സ്കെയിൽ എന്ന് പറയുമ്പോൾ അത് മാത്രമാണെന്ന് വിചാരിക്കരുത്. മറ്റു ബെനിഫിറ്റ്സ് ആയിട്ടുള്ള വെക്കേഷൻ, പെയ്ഡ് ലീവുകൾ, കുറഞ്ഞ വർക്ക് ലോഡ് എന്നീ പ്രത്യേകതകൾ ഈ ഒരു പോസ്റ്റിനുണ്ട്. ഇത്തരത്തില് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വളരെ മികച്ച ഒരു പോസ്റ്റിൽ ജോലി ചെയ്യാനായിട്ട് നിങ്ങൾക്കും സാധിക്കും. അപ്പോൾ ഈ ഒരു പോസ്റ്റിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഡെമോൺസ്ട്രേറ്റർ, ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഈ പോസ്റ്റുകളിലേക്കാണ് നിയമനം നടക്കുന്നത്. അപ്പോൾ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ പോസ്റ്റ്, ഡെമോൺസ്ട്രേറ്റർ പോസ്റ്റ് ഉണ്ട്, അതുപോലെ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 പോസ്റ്റ് ഉണ്ട്. ഇത്തരത്തിലുള്ള പോസ്റ്റുകളിലേക്കാണ് നിയമനം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ എല്ലാ പോസ്റ്റുകളിലേക്കും കൂടെ ഒരു കോമൺ എക്സാം ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ഇനി സ്കെയിൽ ഓഫ് പേ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 41,300 രൂപ മുതൽ 87,000 രൂപ വരെ പേ സ്കെയിൽ ലഭിച്ചേക്കാവുന്ന ഒരു പോസ്റ്റാണിത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് ഡയറക്ട് റിക്രൂട്ട്മെന്റ് വഴിയാണ് അപ്പോയിന്റ്മെന്റ് നടക്കുക. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാനും സാധിക്കും. അപ്പോൾ കാറ്റഗറി വൈസ് ആയിട്ടുള്ള നമ്മുടെ പി എസ് സിയുടെ മറ്റ് എക്സാമുകൾ പോലെ തന്നെയാണ് കാറ്റഗറി വൈസ് ഉള്ള ഏജ് റിലാക്സേഷൻസ് തീർച്ചയായിട്ടും ആപ്ലിക്കബിൾ ആണ്. ഇനി നമ്പർ ഓഫ് വേക്കൻസീസ്, അത് ആൻറ്റിസിപ്പേറ്റഡ് നമ്പർ ഓഫ് വേക്കൻസീസ് ആണ്. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ഒരു പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നാണ്. അപ്പൊ ക്വാളിഫിക്കേഷൻസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഓക്കെ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് ഒരു 3 ഇയർ റെഗുലർ ഡിപ്ലോമ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതൊരു റെഗുലർ കോഴ്സ് തന്നെ ആയിരിക്കണം. 3 ഇയർ ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് വരാനിരിക്കുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഇതേ ഈ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ബിടെക്കോ അല്ലെങ്കിൽ ഉയർന്ന യോഗ്യതകളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്യാം. കാരണം ഇവിടെ ഡിപ്ലോമ ഇൻ ദ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി അവാർഡഡ് ബൈ യൂണിവേഴ്സിറ്റി ഓർ ഗവൺമെന്റ് ആഫ്റ്റർ അണ്ടർഗോയിങ് റെഗുലർ കോഴ്സ് ഓഫ് സ്റ്റഡി ഫോർ നോട്ട് ലെസ് ദാൻ 3 ഇയേഴ്സ് ഓർ ഇറ്റ്സ് ഇക്വലന്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനിൽ ബിടെക്കോ അല്ലെങ്കിൽ ഹയർ ആയിട്ടുള്ള എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഹയർ ഓർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർക്കും തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ ഒരു ഡൗട്ടും ക്ലിയർ ആയി. ആർക്കൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ലഭിച്ചു. ഇനി അടുത്തത്, നമ്മൾ ഏതൊരു എക്സാമിനെ പറ്റി നമ്മൾ നോക്കുന്നതിന് മുമ്പും മുൻ വർഷങ്ങളിൽ നടന്നിട്ടുള്ള അഡ്വൈസിന്റെ ഡീറ്റെയിൽസ് നമ്മൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ എക്സാമിന്റെയും പ്രീവിയസ് ഇയർ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതിനു മുൻപ് ഇതേ പോസ്റ്റിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നത് 2022-ലാണ്. ഓക്കെ, അപ്പോ അന്ന് കാറ്റഗറി നമ്പർ 678/2022 ആയിരുന്നു ആ ഒരു എക്സാമിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. ഡേറ്റ് ഓഫ് എക്സാം 16/6/2023 14,583 കാൻഡിഡേറ്റ്സ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തത്. ഓക്കെ, ഇനി കൺഫർമേഷൻ കൊടുത്ത കാൻഡിഡേറ്റ്സിന്റെ എണ്ണം 11,743 ആണ്. അപ്പോൾ ആപ്ലിക്കേഷൻ കൊടുത്തവരുടെ എണ്ണത്തിനേക്കാൾ വളരെ കുറവായിരുന്നു കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം. ഓക്കെ, അപ്പോൾ OMR എക്സാമിന് അപ്പിയർ ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ഇതിലും വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഡേറ്റ് ഓഫ് എഫക്ട് ഓഫ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് 15/4/2024 ആണ്. ഓക്കെ, നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് 97 പേരാണ്. ആ ഒരു പരീക്ഷയിൽ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നത് 53.67 മാർക്കാണ്. ലാസ്റ്റ് അഡ്വൈസ് 19/1/2026 നടന്നത്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നും 77 അഡ്വൈസുകളാണ് നിലവിൽ ഇതുവരെ നടന്നിട്ടുള്ളത്. ഈ ഒരു റാങ്ക് ലിസ്റ്റ് 14/4/2027 എക്സ്പയർ ആവുകയും ചെയ്യും. അപ്പോൾ 2027 ഏപ്രിലിൽ എക്സ്പയർ ആവാനിരിക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ആ ഒരു പോയിന്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം, അടുത്ത റാങ്ക് ലിസ്റ്റ് ഇതേ പോസ്റ്റിലേക്ക് വരണം. അപ്പൊ അടുത്ത റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, അതിനു മുമ്പേ എക്സാം നടന്നിരിക്കണം, അതിനു മുമ്പേ നോട്ടിഫിക്കേഷൻ വന്നിരിക്കണം, റിസൾട്ട് വന്നിരിക്കണം, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കണം. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിരിക്കണം.
ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാൻ പറ്റും. എങ്കിലേ അന്ന് റിസൾട്ട് വരുള്ളൂ. ഓക്കെ, അപ്പോ ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും അനായാസം ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനായിട്ട് സാധിക്കും. പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസുകൾ നോക്കുകയാണെങ്കിൽ ആകെ 77 അഡ്വൈസുകളാണ് ഈ ഒരു നിശ്ചിത റാങ്ക് ലിസ്റ്റിൽ നിന്നും നടന്നിട്ടുള്ളത്. ഇനി OMR എക്സാമിന് അപ്പിയർ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ എണ്ണം ഒരുപക്ഷെ 10,000-ലും താഴെയായിരിക്കും. അത്രയും കാൻഡിഡേറ്റ്സേ OMR എക്സാം എഴുതിയിട്ടുള്ളൂ. അതിൽ തന്നെ പ്രോപ്പർ ആയിട്ട് സിലബസ് കവർ ചെയ്യുകയും റിവിഷൻ പ്രോപ്പർ ആയിട്ട് നടത്തുകയും മോക്ക് ടെസ്റ്റുകൾ പ്രോപ്പർ ആയിട്ട് അറ്റൻഡ് ചെയ്യുകയും ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ എണ്ണം അതിലും വളരെ വളരെ കുറവായിരിക്കും. അപ്പോൾ അതിനെല്ലാം അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് ഒരു പ്രിപ്പറേഷൻ, ഓക്കെ, കൃത്യമായിട്ട് നമുക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, കൃത്യമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ അനായാസം നമുക്കും ഈ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് ഇടം നേടാൻ സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു എക്സാമിന്റെ സ്റ്റേജസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. അപ്പോ സ്റ്റേജസ് ആയിട്ട് വരുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് OMR എക്സാം ആണ്. ഓക്കെ, ഒരു റിട്ടൺ OMR എക്സാം ആണ്. 100 മാർക്കിന്റെ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം ആയിരിക്കും നടക്കാനിരിക്കുന്നത്. അതിന്റെ സിലബസ് നമുക്ക് ചെക്ക് ചെയ്യാം. അതിനുശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. അപ്പോൾ OMR എക്സാമും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് 20 മാർക്കിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. ഓക്കെ, അപ്പോ ഈ OMR എക്സാമിന് ലഭിച്ച മാർക്കും ഇന്റർവ്യൂവിന് ലഭിച്ച മാർക്കും ക്ലബ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെയാണ് സെലക്ഷൻ പ്രൊസീജിയർ. അപ്പോൾ ഒരു 3 സ്റ്റെപ്പ് സെലക്ഷൻ പ്രൊസീജിയർ ആണ് ഈ ഒരു പോസ്റ്റിലേക്കുള്ളത്. ഇനി നമുക്കൊരു എക്സ്പെക്ടഡ് സിലബസ്, ഒരു സിലബസിന്റെ ഒരു ഓവർവ്യൂ നോക്കാം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് വരും വീഡിയോയിൽ തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് എക്സ്പെക്ടഡ് സിലബസ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ആകെ മൊത്തം 10 മോഡ്യൂൾസ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 100 മാർക്കിനുള്ള OMR എക്സാം ആണ് നടക്കാനിരിക്കുന്നത്. അതിലാകെ 10 മൊഡ്യൂളുകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നത്. ആകെ 10 മൊഡ്യൂളാണുള്ളത്. അപ്പോൾ ഈ ഓരോ മൊഡ്യൂളിനും 10 മാർക്കിന്റെ വെയിറ്റേജ് വെച്ചിട്ടാണ് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷനും വരുന്നത്. അപ്പോൾ 10x10 ടോട്ടൽ 100 മാർക്കിനുള്ള എക്സാം ആണ്. അപ്പൊ നമുക്കൊന്ന് ഓരോ മൊഡ്യൂളും നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ മൊഡ്യൂളായിട്ട് വരുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഓക്കെ, ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ് ഫസ്റ്റ് മൊഡ്യൂൾ. സെക്കൻഡ് മൊഡ്യൂൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം ആണ്. തേർഡ് മൊഡ്യൂൾ ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റം ആണ്. ഫോർത്ത് മൊഡ്യൂൾ മെഷർമെന്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അഞ്ചാമത്തെ മൊഡ്യൂൾ സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ്, ബാറ്ററീസ് ആൻഡ് സോളാർ സെൽസ്. ആറാമത്തെ മൊഡ്യൂള് വയറിംഗ് ആക്സസറീസ്. ഏഴാമത്തെ മൊഡ്യൂള് DC മെഷീൻസ്. എട്ടാമത്തെ മൊഡ്യൂള് AC മെഷീൻസ്. ഒൻപതാമത്തെ മൊഡ്യൂള് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. പത്താമത്തെ മൊഡ്യൂള് പവർ ഇലക്ട്രോണിക്സ് ആണ്. അപ്പൊ ഇങ്ങനെ 10 മൊഡ്യൂളുകളിൽ നിന്നുമാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത്. ഇതാണ് ഒരു സിലബസിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷനെ പറ്റി പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് നമ്മൾ കണ്ടു. എന്തൊക്കെ പഠിക്കണം എന്ന് നമുക്ക് മനസ്സിലായി. ഉടനെ നോട്ടിഫിക്കേഷൻ വരും എന്നും നമുക്ക് തീർച്ചയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വളരെ നേരത്തെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്കുള്ള പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതിനായിട്ട് ടെക് PSC നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് റെഡിയാണ്. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫോക്കസ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. ഇതൊരു ലോങ് ടേം കോഴ്സ് ബാച്ച് ആണ്. ഓക്കെ, അപ്പോൾ കാരണം ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി എക്സാം നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത് എന്നാണോ അത് തൊട്ട് എക്സാം തീയതി വരെയും കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഈ കോഴ്സിന്റെ മറ്റു പ്രത്യേകതകൾ എന്ന് പറയുന്നത് മുൻവർഷങ്ങളിലെ വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള പരിചയസമ്പന്നരായ അധ്യാപകരാണ് ക്ലാസ്സുകൾ നയിക്കുന്നത്. ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകളായും റെക്കോർഡഡ് സെഷൻസ് ആയും നിങ്ങൾക്ക് ലഭിക്കും. റെക്കോർഡഡ് സെഷൻസ് ടെക് PSCയുടെ ഒഫീഷ്യൽ ആപ്പ് വഴിയായിരിക്കും നിങ്ങൾക്ക് ലഭ്യമാവുക. ഇതേ ആപ്പ് വഴി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡബിൾ ആയിട്ടുള്ള സ്മാർട്ട് സ്റ്റഡി നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനും തീർച്ചയായിട്ടും എക്സാം തീയതി വരെയും അവസരങ്ങൾ ഉണ്ടാവും. അതോടൊപ്പം ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആവുമ്പോൾ അതിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ടെസ്റ്റുകൾ എന്ന് നമുക്കറിയാം. ഇത്തരത്തില് ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ, ഫുൾ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനോട് കൂടിയ ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ
മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ്, അതുപോലെ തന്നെ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങളും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇപ്പോൾ തന്നെ ടെക് പി എസ് സിയുടെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും അഡ്മിഷൻ നേടുന്നതിനുമൊക്കെ ആയിട്ട് സ്ക്രീനിന്റെ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് പി എസ് സിയുടെ വിജയാശംസകളും അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.